നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ഇനി അയോധ്യാകാന്ഡത്തിലെ ഭരത രാഘവ സംവാദം. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ, രാമ രാമ പ്രഭോ രാമ മഹാഭാഗ, മാമകവാക്യം ചെവിതന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം. അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്ര്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തിക്കുലതന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമനാഥ, പ്രസീദമേ. മാതാവു തന്നുടെ ദുഷ്കൃതം താവകചേതസി ചിന്തിക്കരുതു ദയാനിധേ. ഭ്രാതാവു തന്നുടെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തമുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു. പണ്ഡിതനായ ഭരതകുമാരനും ഉത്ഥാപ്യ രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരനീ, യത്വയോക്തം മയാ തത്തഥൈവ ശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്യെന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഇത്താത നിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും, മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും, പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും. കാമുകനായ താതൻ മൂഢമാനസൻ, സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ, രാജഭാവം കൊണ്ടു രാജസമാനസൻ. ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താപിതാ നാരീജിതനല്ല, കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ.
താതൻ അസത്യഭയം കൊണ്ടു ചെയ്ത അതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനെ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ. രാജ്യം നിനക്കും എനിക്കു വിപിനവും പൂജനാം താതൻ വിധിച്ചതു മുന്നമേ. വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെപ്പോലെ പോരുവൻ. കാനനത്തിനരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവമാത്മനി ചിന്തിച്ചന്തികേ നിശ്ചയിച്ചന്തികേ. ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പുക്കു ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ. വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോടു ചൊല്ലിനാൻ. മൂഢനായിടലാ കേൾക്ക നീയെങ്കിലോ ഗൂഢമായോരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവനർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ധരാവാക്യവും കൈയേകി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയ നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരിപുക്കു വസിക്ക നീ. വന്നിടും അഗ്രജൻ താതനുമനുജനും. ദേവിയും 7 സംവത്സരാവധൗ രാവണൻ തന്നെ വധിച്ചു സപുത്രകം. യുദ്ധം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു. ഭക്ത്യാ രഘൂത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം. പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ. യാവത്തവാഗമനം ദേവദേവമേ താവദേവാനാരദം ഭജിച്ചിടുവാൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘൂത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഉത്തമരത്നവിഭൂഷിത പാദുകാമുത്തമാങ്കേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്ഥായ വന്ദിച്ചു ചൊന്നാൻ സഗൽഗതം. മന്വബ്ധപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ. പിന്നെ ഞാൻ അന്യദിവസമുഷസി ജ്വലിപ്പിച്ച വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെയൊരന്തരമില്ലതിനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവുമാചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസ് ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാർ.
ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ, പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു കൈകേയിതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി. ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരിബുക്കു രഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താവേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമം അൻപോടു പുക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാതുകം വച്ചു സിംഹാസനേ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചുകൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജനസേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചിലദിനം ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെയിരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ധരിത്രീ സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. ഇനി അത്രി ആശ്രമപ്രവേശമാണ്. അത്രി തന്നാശ്രമം പുക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യ ധന്യോസ്മി മഹാമുനേ, ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും. പൂജിച്ചിതർഘ്യപാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭ്രാതൃഭാര്യാന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു. ചൊല്ലെഴുമെന്നുടെ ഭക്തിയുണ്ടത്ര കേൾ, എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാ തപോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനകപാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാപാദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരികരികേ ജനകാത്മജേ, സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വമോഹനമായ ദുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ അനസൂയ നൽകിയിടിനാൾ. നന്നു പാദഭൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതുമുത്തമം. കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനി അകമ്പുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രേ ഗമിക്കുന്നയച്ചിടിനാൾ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത തുഷ്ടി കലർന്നു തപോധനനത്രിയും. ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം. നിൻമഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രവും വസിച്ചു രഘുനാഥനും. ദേവനുമാദേവിയോടരുളി ചെയ്തി ദേവമെന്നാൽ കിളിപ്പൈതലക്കാലമേ. ഇത് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡം സമാപ്തം. വാൽമീകി രാമായണത്തിലെ ഭരതനും പരിവാരങ്ങളും കാട്ടിൽ രാമൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ
രാമൻ ആശ്ലേഷിച്ച് പിടിച്ചിരുത്തി രാജധർമ്മം ഉപദേശിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ദശരഥ രാജാവ് മരിച്ച കാര്യമൊക്കെ അറിയുന്നത്. രാജഭരണത്തെപ്പറ്റി ഒരു നീണ്ട സ്റ്റഡി ക്ലാസ് തന്നെ രാമൻ എടുക്കുന്നുണ്ട്. 18 പേരടങ്ങുന്ന ഭരണസമിതിയെപ്പറ്റി അതിൽ രാജാവ്, യുവരാജാവ്, പുരോഹിതൻ എന്നീ 3 പേരെ ഒഴിവാക്കി ബാക്കി 15 പേരെയും തിരഞ്ഞെടുക്കുന്നത് പരസ്പരം അറിയാത്ത 3 ചാരന്മാരെ കൊണ്ട് അന്വേഷിപ്പിച്ചേ ആകാവുള്ളൂ. അങ്ങനെ ഒരു നീണ്ട ഭരണതലം തന്നെ ഉണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ പേഴ്സണലായിട്ട് രാവിലെ തന്നെ പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് മട്ടുപ്പാവിലെത്തി പ്രജകൾക്ക് ദർശനം നൽകണം. വ്യക്തിപരമായ സ്വഭാവം എങ്ങനെയൊക്കെയാണ് എന്നെല്ലാം ഭരതനോട് ശ്രീരാമൻ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് എല്ലാവരെയും കൈകാര്യം ചെയ്യേണ്ടത്, ഭടന്മാരെ, കർഷകരെ, വ്യാപാരികളെ, ഗുരുക്കന്മാരെ, അങ്ങനെ അങ്ങനെ എന്ന് തുടങ്ങി രാജഭരണം മുഴുവനായും ചർച്ച ചെയ്യുന്നുണ്ട്. അന്ന് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഈ ഭാരതനാട്ടിൽ നിലനിന്നു വന്ന ഈ ജനായത്ത ഭരണം തന്നെ അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം അല്ലേ. അതിനുശേഷമാണ് പിതാവിൻ്റെ മരണത്തെപ്പറ്റി അറിയുന്നത്. അതിനുശേഷം ഭരതൻ തിരികെ അയോധ്യയിലെത്താനും ഭരണം ഏറ്റെടുക്കാനും അപേക്ഷിക്കുന്നു. പക്ഷേ പിതാവ് തനിക്ക് തന്ന ആജ്ഞയനുസരിച്ച് 14 വർഷം കാട്ടിൽ കഴിയണം. ഭരതന് അമ്മയ്ക്ക് കൊടുത്ത ഇതനുസരിച്ച്, വരങ്ങൾ അനുസരിച്ച് നീയും നാട്ടിൽ കഴിയണം, അത് നിർബന്ധമായ കാര്യമാണ് എന്ന് രാമൻ ഉപദേശിക്കുന്നു. രാമൻ സമ്മതിക്കുന്നതുവരെ എന്നാൽ ഉപവാസം അനുഷ്ഠിച്ച് ഞാൻ മരണം വരെ ഉപവാസം അനുഷ്ഠിക്കാൻ പോവുക എന്നാണ് ഭരതൻ പറയുന്നത്. ഇവിടെ അധ്യാത്മരാമായണത്തിൽ രാമൻ നൽകിയ സൂചനയനുസരിച്ച് വസിഷ്ഠമുനി വന്നിട്ട് ഭരതനോട് പറയുന്നു, എന്താണ്, രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, രാവണനെ കൊന്ന ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് രാമൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊന്നും കൈകേയിയുടെ കുറ്റമല്ല, ദശരഥരാജാവിൻ്റെ കുറ്റമല്ല, മന്ത്രയുടെ കുറ്റം ഒന്നുമല്ല, ഇതൊക്കെ ഇങ്ങനെയുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം അവതരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പോൾ പിന്നെ സമ്മതിച്ചു ഭരതൻ. എന്നിട്ട് രാമൻ്റെ മെതിയടികൾ വാങ്ങി അത് പൂജിച്ച് വേണം ഭരണം എന്ന് പറഞ്ഞ് അതുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പറഞ്ഞു, കൃത്യ ദിവസം തന്നെ 14 വർഷം തികയുന്ന അതേ ദിവസം തന്നെ വന്നേക്കണം, ഇല്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം തന്നെ അഗ്നിയിൽ ചാടി മരിച്ചു കളയും. അങ്ങനെ ഒരു ശബ്ദമുണ്ട്. അങ്ങനെ ഭരതൻ തിരിച്ചു പോകുന്നു. എല്ലാവരും കൂടെ തിരിച്ചുപോയി. അവർ അവിടെ ചെന്നിട്ട് നഗരത്തിൽ താമസിക്കാതെ ഗ്രാമത്തിൽ താമസിച്ച് താമസികളുടെ വേഷവും ദിനചര്യകളുമായിട്ടാണ് അവർ പിന്നെ ജീവിക്കുന്നത്, ഭരതനും ശത്രുഘ്നനും. അവർ തിരിച്ചു പോയതിന് ശേഷം ഇനിയും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അയോധ്യ അടുത്തല്ലേ, ഇനിയും അവർ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഉൾക്കാട്ടിലേക്ക് പോകണം, ദണ്ഡകാരണത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ പറയുന്നു. വാൽമീകി രാമായണത്തിലാവട്ടെ വലിയൊരു സൈന്യമാണ് വന്നിട്ട് പോയത് അല്ലേ. ആന, കുതിര, തേര്, സൈന്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. വന്നിട്ട് പോയപ്പോൾ ആ സുന്ദരമായ വനത്തിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ കോട്ടം തട്ടിയതായിട്ട് രാമൻ പറയുന്നു. അവരിനിയും വന്നുകൂടായില്ല, തനിക്കും അവർ വന്നതിൻ്റെ ഓർമ്മകൾ അവശേഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഉൾക്കാട്ടിലേക്ക് പോകാം എന്ന് പറയുന്നു. ഇതുകൂടാതെ രാമൻ അവിടെ വന്നതിന് ശേഷം അവിടെ താമസിക്കുന്ന സന്യാസിമാരെ രാവണ സഹോദരനായ ഖരനും അനുചരന്മാരും കൂടി വന്ന് ഉപദ്രവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെല്ലാം അവിടം വിട്ട് അവിടെ അടുത്ത് തന്നെ കുറച്ചു മാറി കണ്ണുമഹർഷി താമസിക്കുന്നുണ്ട്.
നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആ താപസർ അവിടെ ഉണ്ടായിരുന്ന താപസരെല്ലാവരും കൂടി അങ്ങോട്ട് പോയി. അപ്പോൾ രാമനോടും പറഞ്ഞു, നിങ്ങളും കൂടെ പോരെ, നമുക്ക് അവിടെ പോയി താമസിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ രാമൻ പോകാൻ തയ്യാറായില്ല. രാമൻ ദണ്ഡകാരണ്യത്തിലേക്ക് തന്നെ പുറപ്പെടുന്നു, നിബിഡവനത്തിലേക്ക്. അവർ തീരുമാനിക്കുമ്പോൾ ഇവിടെ അവരുടെ യുദ്ധം തുടങ്ങുകയായി. അവർക്ക് ഏകദേശം രൂപം കിട്ടിയിട്ടുമുണ്ട് അല്ലേ. ഈ കൊടുങ്കാട്ടിൽ ശ്രീരാമലക്ഷ്മണരുടെ മധ്യേ നടക്കുന്ന സീതാദേവിയാണ് ഈ യുദ്ധം മുന്നിൽ നിന്ന് നയിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ. കൗമാരത്തിൽ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ യാത്ര ചെയ്ത് രാമലക്ഷ്മണന്മാർക്ക് വനവും രാക്ഷസരും എല്ലാം പരിചിതമാണ്. അവർ യുദ്ധത്തിൽ പ്രാവീണ്യം നേടിയവരാണ്. വിശിഷ്ടമായ ആയുധങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ദേവിയോ അതൊന്നും പരിചയമില്ലാതെ രാവണൻ അധർമ്മത്തിൻ്റെ നായകനെ സ്വയം നേരിടേണ്ടവളാണ് സീത അല്ലേ. അവളുടെ ആയുധം തൻ്റെ സൗന്ദര്യവും ബുദ്ധിയും മാത്രമാണ്. അപ്രതീക്ഷിതമായി ഭർത്താവിൻ്റെ രാജ്യപദവി നഷ്ടപ്പെട്ട് കാട്ടിലലയാൻ വിധിക്കപ്പെട്ട് സംഘർഷഭരിതമായ മാനസികാവസ്ഥകളിലൂടെ കടന്ന് ഇനി ഇതാ പടയൊരുക്കത്തിന് കൊടുങ്കാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ദേവിക്ക് ഒരു കൗൺസിലിംഗ് ലഭ്യമാവുന്നു. ദണ്ഡകാരണ്യത്തിന് മുമ്പിലായി അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ വൃദ്ധതാപസയായ അതിശ്രേഷ്ഠയായ അനസൂയാദേവിയുണ്ട്. അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്നപ്പോൾ മഹർഷി പറഞ്ഞു, അനസൂയാദേവി അകത്തുണ്ട്, പോയി കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞ് സീതയെ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. സ്നേഹപൂർവ്വം സീതാദേവിയെ പിടിച്ചിരുത്തി ആലിംഗനം ചെയ്ത് സീതാദേവിയുടെ വിവാഹത്തിൻ്റെ കഥ കേൾക്കാൻ താപസി ആഗ്രഹം പ്രകടിപ്പിച്ചു. താൻ അയോനിജയായി പിറന്ന കഥ മുതൽ സീത വിവരിക്കുന്നുണ്ട്. ജനകരാജാവ് യാഗഭൂമി ഉഴുതപ്പോൾ ഭൂമി പിളർന്ന് ഉദ്ധിതയായ പുത്രിയാണ് ഞാൻ എന്ന് പറയപ്പെടുന്നു. രാജാവ് മടിയിലെടുത്ത് വച്ചപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ധർമ്മപ്രകാരം ഇത് അങ്ങയുടെ പുത്രി തന്നെ എന്ന് പറയുന്നത് കേട്ടു അത്രേ. പിന്നെ രാമൻ വില്ലുകുലയ്ക്കാൻ ഒരുമ്പെട്ടപ്പോൾ ഒടിഞ്ഞതും വിവാഹം കഴിച്ചതുമായ കഥകളെല്ലാം അനസൂയാദേവിയെ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട്. ഭർത്താവിനെ കഷ്ടത നിറഞ്ഞ ഈ വനവാസത്തിൽ അനുഗമിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയിൽ താപസി സീതയെ അഭിനന്ദിച്ചു. അവൾക്ക് ദിവ്യമായ മാലയും വസ്ത്രങ്ങളും കുറിക്കൂട്ടും നൽകി. സീതാദേവി നേരിടാൻ പോകുന്ന ഭീകരതയെപ്പറ്റി ചിന്തിക്കുമ്പോൾ തൻ്റെ വിശിഷ്ട ജന്മത്തെപ്പറ്റിയും മറ്റാർക്കും എടുക്കാൻ പോലും ആകാത്ത വില്ലുകുലച്ച് തന്നെ പത്നിയാക്കിയ അതിശക്തനും ധാർമ്മികരുമായ ഭർത്താവിനെ പറ്റിയുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്തിയതെന്ന് കാണാം. അപ്പോൾ തങ്ങളൊരു വിശിഷ്ടമായ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് എന്നുള്ള ആ ഒരു ചിന്ത ഇത്രയും നാളും ജീവിച്ചതിൻ്റെ അപ്പോൾ അവിചാരിതമായിട്ട് വന്നു ഭവിച്ച എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്. എല്ലാം ഇങ്ങനെ ഒരു ധർമ്മത്തെ നിലനിർത്താനുള്ള ആ ഒരു യുദ്ധത്തിലേക്കുള്ള പുറപ്പാടാണെന്ന് സീതാദേവിക്ക് മനസ്സിലാകാൻ പാകത്തിന് ആ കഥകളെല്ലാം ഒന്നുകൂടി അനസൂയാദേവി ഓർമ്മിപ്പിച്ച് അവളെ തയ്യാറാക്കി വിടുന്നു സീതാദേവിയെ. അവരൊരു ഇത്രയും വലിയ ഒരു യുദ്ധം തന്നെയാണ് എന്ന് അതിൻ്റെ ഗൗരവത്തെപ്പറ്റി സീതാദേവിക്ക് മാത്രമല്ല ആ 3 പേർക്കും തന്നെ അറിവുണ്ട് എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഇവിടെ രാമായണത്തിൻ്റെ അയോധ്യാകാന്ഡം തീർന്നു. ഇനി നമുക്ക് ആ കൊടുങ്കാട്ടിലേക്കുള്ള യാത്രയാണ്. രാമ ലക്ഷ്മണന്മാരുടെ സീതാദേവിയുടെയും കൂടിയുള്ള യാത്ര. ആരണ്യകാന്ഡം. ബാലികേ ശുഗകുലമൗലി മാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ നീലനീരതനിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജതലലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ വരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ
പാലനപരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയിൽ ഒരിക്കലും. ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായൊരു മുക്തിസാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ, പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശുമൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചലമകളോടരുൾ ചെയ്തിടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതീ ഭക്തപ്രിയേ, രാമനാം പരമാത്മാവാനന്ദരൂപനാത്മാരാമൻ അദ്വയനേകൻ അവ്യയനഭിരാമൻ അത്രിതാവസപ്രവരാശ്രമേ മുനിയുമായത്രയും സുഖിച്ചു വാണിടിനാനൊരു ദിനം. ആരണ്യ പ്രവേശം. പ്രത്യക്ഷസ്യുദ്ധായ തന്നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ഡരീകോത്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയേ പോവാനായി അനുഗ്രഹിക്കണം. പണ്ഡിതശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ, ഞങ്ങളെ പെരുവഴി കൂട്ടേണമതിനിപ്പോൾ ഇങ്ങു നിന്നയക്കേണം. ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യമത്രി മാമുനി കേട്ടു തിങ്ങീടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കെന്നവരോടു ചൊല്ലി മാമുനി താനുമൊട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിയിടണം, അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ട് ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പുക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നോരവരപ്പോൾ മുന്നിലാമാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു രാമൻ, ഇന്നതി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം മന്നവാ, നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനുമാകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാൻ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ. ചെന്നുടനത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമഥ ഘോരമായുള്ള മഹാകാനനമകമ്പുക്കാർ. ചില്ലി ഝങ്കാരനാദമണ്ഡിതം സിംഹവ്യാഘ്രശല്യാതെ മൃഗഗണാകീർണമാദവഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാതിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ, നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക, ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരിഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം, നല്ലൊരു ശരമൂരിപ്പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും, പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും. എന്നാലൊരു ഭീതിയുമുണ്ടായി വരാ. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നൊരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലമ്മാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ. കൽഹാരോൽപ്പല കുമുദാംബുജരക്തോൽപ്പല പുല്ല പുഷ്പേന്തീവര ശോഭിതമച്ഛജലം
തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം. വിരാധവധം. അന്നേരമാശു കാണായി വന്നിതു വരുന്നതത്യുന്നതമായ മഹാസത്യമത്യുഗ്രാരവം. ഉദ്ധൂതവൃക്ഷം കരാളോജ്വലദംഷ്ട്രാന്വിതവക്ത്രഗഹ്വരം ഘോരാകാരമാരുണ്യനേത്രം വാമാംസസ്ഥലന്യസ്തശൂലാഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂലസിംഹമഹിഷവരാഹാദിവാരണമൃഗൻ. വനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചും കൊണ്ടുച്ചത്തിൽ അലറി വന്നിടിനാനതു നേരം. ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത് ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടോ നീ, ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക. ചിത്തമുറച്ചു കുമാരനീ വല്ലഭേ ബാലേ സീതേ പേടിയായി ഏതുമെടോ. വല്ല ജാതിയും പരിപാലിച്ചു കൊൾവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതുമൊന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും. നിഷ്ഠൂരതരം അവനെട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്തഭയം. ചാപതൂണീരബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറുമതി ബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിനാ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താനിക്ഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം. രാമനെന്നെനിക്കു പേരെന്നുടെ പത്നിവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണനെന്നു നാമം ഇവനും മത്സോദരൻ പുക്കിതു വനാന്തരം ജനകനിയോഗത്താൽ. രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിയ നീ. ശ്രുത്വാ രാഘവവാക്യം അട്ടഹാസവും ചെയ്തു വക്ത്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാം നിശാചരൻ രാഘവനോടു ചൊന്നാൻ. ശക്തനാം വിരാധനെന്നെ നീ കേട്ടിട്ടില്ലേ? ഇത്രിലോകത്തിലെന്നെ ആരറിയാതെയുള്ളതെത്രയും മൂഢൻ ഭവാനെന്നിഹ ധരിച്ചേൻ ഞാൻ. മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിൻ. അല്ലായെങ്കിൽ എനിക്കിപ്പോൾ തിങ്ങിയിടും വിശപ്പടക്കിയിടുവൻ ഭവാന്മാരാൽ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ. പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതിവക്ത്രവും പിളർന്നതിസത്വരം. നക്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും. ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാനേതു രാമൻ. രക്തവും പരന്നിതു ഭൂമിയിലത് കണ്ടു ചിത്ത കൗതുകത്തോടു പുണർന്നു വൈദേഹിയും. നൃത്തവും തുടങ്ങിനാരപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ. സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭകാന്ത്യാ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തിഹാരിണം ഘൃണാകരം. രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം
ഇന്ദിരാരമണമിന്ദീവരദളശ്യാമമിന്ദ്രാദിവൃന്ദാരകവൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരം സുഹൃജനമനോമന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ ദുർവാസാവായ മുനി തന്നുടെ ശാപത്തിനാൽ ഗർവിതനായൊരു രാത്രിഞ്ചരനായേനല്ലോ. നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേനിന്നു നാഥ. സന്തതമിനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത്യാ. വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം, പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം, ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം, നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം. ഉത്തമാങ്കേന നമസ്കരിക്കായി വന്നിടണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ. നമസ്തേ രാമായ ആത്മാരാമായ നമോ നമ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം. നമസ്തേ രാമായ ലോകാഭിരാമായ നമ. ദേവലോകത്തു പോവാനായി അനുഗ്രഹിക്കേണം ദേവദേവേശ. പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ നിൻമഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായി അംബുജവിലോചന. സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്നു കൊടുത്തു വരങ്ങളും. മുക്തനെന്നിയെ കണ്ടു കിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടിന പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. ശരഭംഗ മന്ദിര പ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം പുക്കാർ. സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ. കന്ദപക്വാദികളാൽ ആതിഥ്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു. ഞാൻ അനേകം നാളുണ്ടു പാർത്തിരിക്കുന്നതത്ര ജാനകിയോടും നിന്നെ കാൺമതിന്നാശയാലേ. ആർജവബുദ്ധ്യാചിരം തപസാ ബഹുതരമാർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാൻ അവയെല്ലാം മർത്യനായി പിറന്നൊരു നിനക്കു തന്നിടിനേനദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നിയെ ദേഹത്യാഗം ചെയ്തരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു ബന്ധവുമറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേൻ അന്തസ്സന്തതം ചരാചര ജന്തുക്കളന്തർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദുർവാദള ശ്യാമളമംബോജാക്ഷം ചീരവാസസം ജഡാമകുടം ധനുർധരം സൗമിത്രീ സേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം. കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപദം പ്രാപിച്ചിടിനാൻ തപോധനനാകാശമാർഗേ. വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ. പാകശാസനൻ പദാംഭോജവും വണങ്ങിനാൻ. മൈഥില്യ സൗമിത്രിണ താപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു.
തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരിമുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ. മുനിമണ്ഡല സമാഗമം. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു ചണ്ഡദീതികുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകീദേവി താനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാഭോഗാനന്ദാവിവശന്മാരായി അരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങൾ ഇങ്ങറിഞ്ഞിരിക്കുന്നു. പന്നഗോതമതൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ധാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായതു ഭുവി. മാർത്താണ്ഡകുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാൻ ഇന്നു നൂനം. നാനാ താപസകുല സേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോന്നീടണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനിപർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടുമെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തോ നിത്രയുണ്ടാവാനഹോ. തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം. രാമഭദ്ര നീ കേൾക്ക, മുനിസത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശമസ്തി വ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യപരവശചിത്തനായൊരു പുരുഷോത്തമനരുൾ ചെയ്തു. നിഷ്ഠുരമായ ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലമിഷ്ടയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനനായി വനവാസികളാൽ. തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വീനന്ദിനിയോടും അനുജനോടും കൂടി സത്സംഗാർഗാനന്ദേന വസിച്ചു കഴിഞ്ഞതു വത്സരം. ത്രയോദശമക്കാലം കാണായി വന്നു. ഇനി സുധീഷ്ണാശ്രമ പ്രവേശമാണ്. അത് നാളെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്.